ഹലോ ഗായ്സ്, ഞങ്ങളിത് ഉറങ്ങി എണീറ്റേ ഉള്ളൂ. ഉറങ്ങി എണീറ്റതിൻ്റെ ഫിറ്റായി കിടക്കുന്ന പോലെ ഒരാൾ കിടക്കുന്നുണ്ടല്ലേ. പൊന്നപ്പാ നീക്കണ്ടേ? കുളിച്ചണ്ടേ? നമുക്ക് കുളിച്ചുണ്ടേ പൊന്ന? ഞാൻ അങ്ങോട്ട് തല വെച്ച് കിടത്തിയതായിരുന്നേ. ഇതിപ്പോൾ ഒരാൾ കിടക്കുന്ന കിടത്താത്. വീക്കെൻഡാണ് കേട്ടോ, തേഴ്സ്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് വീക്കെൻഡ് ആകുമ്പോൾ. ആക്ച്വലി വെനസ്ഡേ ആകുമ്പോഴേ നമുക്ക് മനസ്സിനൊരു ആ വീക്കെൻഡ് വൈബ് വരും. അവനും പുറത്തൊക്കെ പോകാൻ ഇഷ്ടമായതുകൊണ്ട്, പിന്നെ ഇപ്പം ഞാനും വീട്ടിലാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തൊക്കെ പോകാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബോറടി ആണല്ലോ. അങ്ങനെ രാവിലെ എണീറ്റ് ഞങ്ങളുടെ വർത്താനവും കളിയും ഒക്കെ കഴിഞ്ഞ് അവർ ഉറക്കപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്ന് പോയി കുളിക്കും കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഉറക്കമുണ്ട്. ഇന്നത്തെ ഉറക്കം കഴിഞ്ഞിട്ടുള്ള കിടത്താട്ടോ അത്. ഇന്ന് 5 മിനിറ്റാണ് ഉറങ്ങിയത്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, 5 മിനിറ്റ് ഉറങ്ങും, ചിലപ്പോൾ 10 ആവും, മാക്സിമം ഒരു 3/4 മണിക്കൂർ വരെയൊക്കെ പോവും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഉറക്കം വരുന്നത്. രാത്രി ആ ഒരു സ്ലീപ്പാണ് ആ ഒരു സമയം വരെ നല്ലോണം ഉറങ്ങുള്ളൂ. ബാക്കിയുള്ള ഉറക്കമൊക്കെ കണക്കാണ്. അതൊക്കെ ഡിപ്പെൻസ് ആണ്. അവിടെ വായിലിടാൻ പാടിയെത്തോ? അപ്പിയനെത്തോ? അപ്പിയനെത്തോ? ആ എന്താണ് എത്ര പെട്ടെന്ന് 5 മിനിറ്റ് ഉടങ്ങുക? 5 മിനിറ്റാണോ ഉടങ്ങുക? ആണോ ആണോ തോന്നുന്നേടോ? അങ്ങനത്തെ അമ്മ ചോദിച്ചു പനിയുണ്ടല്ലോ. അമ്മ ചോദിച്ചു പനിയുണ്ടല്ലോ. പിള്ളേർ എത്ര പെട്ടെന്ന് വലുതാവണേ അല്ലേ. ഇവനിപ്പോൾ ഇതേ 6ാമത്തെ മാസമായി. എങ്ങനെ ഇരുന്നതാ, ഇപ്പോൾ എത്രയായി. അപ്പം അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച, ഇവനെ ഓർത്തിട്ട്. കാരണം എൻ്റെ സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുള്ളായി. അപ്പം ഇത് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ. ഇവനും വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാം, ഇങ്ങനെയൊക്കെ ആയിരുന്നു നീ, ഇങ്ങനെയായിരുന്നു നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീക്കെൻഡാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയേക്കുക. ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട്, ഒരു കേക്ക് ഷോപ്പിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട്. ഒരു ഹായ് പറയാ പ്ലീസ്. കേക്കിനെ പറ്റി പറയണല്ലോ, അല്ലാതെന്നറിയാം. അത് ഞങ്ങളുടെ തലശ്ശേരിയിലാണ്. ഈ മനുഷ്യനൊരു രക്ഷയില്ല കേട്ടോ. ഇപ്പം ഞാനായാലും ശ്രീതേട്ടനായാലും പുള്ളിയുടെ ഭയങ്കര ഇൻ്റർവ്യൂവിൻ്റെ ഫാനാണ്. അത് കുറേ പേര് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ മെയിൻലി ഞങ്ങൾ അങ്ങോട്ട് പോയത്, പുള്ളി വർത്തമാനം പറയണമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മോളിൽ പോയി. വെറുതെ അത് പിള്ളേർ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, കണ്ണനിരുന്ന് എന്തൊക്കെയോ വണ്ടി ഓടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ചെറുതതിന് മാത്രം ആയിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ എവിടെ ഫുഡ് കഴിക്കണം എന്ന് ആലോചിച്ചു. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നിട്ട് നമ്മുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ പുള്ളി ഭയങ്കര ആക്റ്റീവായിരിക്കും കേട്ടോ. ഉറങ്ങും എന്നുള്ളൊരു ചെറിയൊരു സ്കോപ്പ് പോലും നമുക്ക് തരില്ല. അങ്ങനെ ആക്റ്റീവായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞും കളിയായിരിക്കും. ചിലപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, കാരണം ഉറക്കപ്പിച്ചിൽ അത്രയും സമയമായി ഉണ്ടാവും. പിന്നെ അവനും കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴേ ഇതെപ്പോഴാണ് ഉറങ്ങിയതെന്നാവോ എന്ന് ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ചില ദിവസം കരയും ചെയ്യും കേട്ടോ, ഒരു വാശി പിടിച്ച കരച്ചിലുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങൾ ഓരോ പോലെയാണ്.